ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ എങ്ങോട്ടാണെന്നല്ലേ, നമ്മളിന്ന് നമ്മുടെ ജാനിക്കുട്ടിയുടെ ഏട്ടൻ്റെ അമ്മയുടെ ഒക്കെ പിറന്നാളാണ്. അപ്പം നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് വഴിപാടൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള തൃപ്പറ്റ് ശിവക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ കഴിച്ചു. അപ്പം ജാനിക്കുട്ടിക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ പൊട്ട് പരന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരന്നതെന്നറിയില്ല, അതൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്ത്. ഞാൻ ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ആൾക്ക്, അപ്പോൾ ആളുടെ വക ഒരു കളഭം തൊടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലമൊക്കെ വെച്ചിട്ട് വന്നു. അവിടെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലക്കുളമൊക്കെ മോൾക്ക് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ചായക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, വളരെ ചെറിയൊരു സദ്യ. പിന്നെ 2 തരം പായസം വെച്ചു. അത് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. അമ്മയ്ക്ക് പാലട ആയിരുന്നു ഫിക്സാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ പാലട വെച്ചപ്പോൾ അമ്മ പെട്ടെന്ന് ഒരു പരിപ്പ് പായസം കൂടി വെച്ചു. ഇവിടെ ഉണ്ണിക്കും പാലടയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ പരിപ്പിനോടാണ് താല്പര്യം. അപ്പം അങ്ങനെ 2 തരം പായസമൊക്കെ വെച്ചിട്ട് ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി സൂപ്പറായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത്. എന്ത് പെട്ടെന്നാണല്ലേ മക്കളൊക്കെ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമോഷനുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. 4 വയസ്സായില്ല എന്തായാലും, എന്ത് പെട്ടെന്ന് ഈശ്വരം. പ്രത്യേകിച്ച് ഈ മക്കളുടെ ചെറിയ ഫോട്ടോസൊക്കെ കാണുമ്പോൾ, അതുപോലെ ചെറിയ ഉണ്ണികളെയൊക്കെ കാണുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കൂടും തോറും. അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ജാനു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഉണ്ണികളും കൂടിയിട്ടാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ സൗണ്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു, ഒരു കുട്ടിപ്പട്ടാളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഉണ്ണിക്കും അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ കഴിച്ചു, എല്ലാവരും കഴിച്ചു കേട്ടോ കേക്കൊക്കെ. ചോക്ലേറ്റ് പില്ലറായിരുന്നു സംഭവം. എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. ഞാൻ ടേസ്റ്റ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഓർഡർ ആക്കിയതാണ്. പക്ഷെ എനിക്ക് അത്ര വലിയ ഓവറായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് ലവറാണ് കേട്ടോ. ജാനിക്കുട്ടി അങ്ങനെ തന്നെയാണ്. പിന്നെ മക്കളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അപൂർവമാണെന്ന് തോന്നുന്നു ചോക്ലേറ്റൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവാനായിട്ട് എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണാം. കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ട്. നമ്മൾ വൈകാട് വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. താങ്ക് യു.